അങ്ങനെ ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ബൺ മസ്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഇവിടെ മധുരം വലിയ താല്പര്യമില്ല, എന്നാലും ഒന്ന് ചെയ്തു നോക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന് അറിയാനാണ്. അങ്ങനെ ഞാൻ 3 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇവിടെ 3 പേരാണല്ലോ. ഇതിനായി അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ബട്ടറും മേടിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ദോശക്കല്ലിലിട്ട് നന്നായിട്ട് ഒന്ന് ബട്ടർ പുരട്ടി എടുക്കണം. അതിനുശേഷമാണ് ഇനി ഇതിലോട്ടുള്ള സ്റ്റഫിങ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് ഫില്ല് ചെയ്യാനുള്ള ക്രീമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ബട്ടറും കണ്ടൻസ് മിൽക്കും. ഈ ബട്ടറും കണ്ടൻസ് മിൽക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വേറെ ഒരു പണിയില്ല. ഇനി ഈ ബണ്ണിനെ 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിലുള്ളിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇനി ഈ ബണ്ണിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറാനി ചായയാണ്. ഈ ചായ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. പാലിൽ 1 സ്പൂൺ കണ്ടൻസ് മിൽക്കും ഇട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. അതിനുശേഷം നല്ല കടുപ്പത്തിൽ തയ്യാറാക്കിയ കട്ടൻ ചായയിൽ ഈ അങ്ങോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ഈ ബണ്ണും മുക്കി കഴിച്ചു നോക്കൂ. മധുരം ഇഷ്ടമില്ലാത്ത എൻ്റെ മോൻ പോലും നന്നായിട്ട് ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ബൺ മസ്ക്.